യുവർ ഡ്രീംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജന്ത കേവിലേക്കാണ് പോകുന്നത്. മഹാബലേശ്വരത്ത് നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ സാധാ ക്യാമറ ആയതുകൊണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേനൊക്കെ അതിൻ്റെ കളർ മാറിപ്പോണ്ട്. നല്ല ഒരു ക്യാമറ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെയൊക്കെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏരിയ മൊത്തം മലയാണ്. എല്ലാ ഏരിയ എന്ന് പറഞ്ഞാൽ ആകമാര് മലകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ആകെ 2-3 സ്ഥലത്തേ പോയിട്ടുള്ളൂ. പിന്നെ അതിനുള്ള ടൈമില്ല, റൂമിൽ ചെക്കൗട്ട് ചെയ്യാനുള്ള അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ അറേഞ്ച് കയറി വേണ്ടിയ സ്ഥലമാണത്. നല്ല തണുപ്പുമാണ്. ഇപ്പം നാളെ ഞങ്ങൾ ഇവിടെ അജന്ത കേവിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 300 കിലോമീറ്ററിന് മുന്നോട്ടേക്ക് ഉണ്ട്. 340 കിലോമീറ്റർ 330 കിലോമീറ്ററോളം ഇനി ഓടാനുണ്ട്. നാളെ രാവിലെ നേരത്തെ എണീച്ചിട്ട് പോകണം അങ്ങോട്ടേക്ക്. അജന്ത കേവ് എന്ന് പറഞ്ഞാൽ വലിയ മലൻ്റെ ഉള്ളിലാണ് ഒരു അമ്പലം. മലൻ്റെ ഉള്ളിൽ തുറന്ന് എടുത്തതാണ് ആ അമ്പലം. അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വെക്കല്ലേ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ഇന്നലെ താമസിച്ച റൂമാണിത്. ലോഡ്ജ്, ശിവരാജ് ലോഡ്ജ്. ഓക്കെ, ഇവിടെ 600 രൂപയുള്ളൂ കേട്ടോ. അതായത് പടാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. ഇതിന് മുന്നിലൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിന് ജംഗ്ഷനിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റൂ ഈ ഹോട്ടലിൻ്റെ നെയിം. ഓക്കെ, കുഴപ്പമില്ല, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമാണ്. പുറത്ത് ഗാർഡന്, ചെറിയ ഗാർഡൻ, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. പടാസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതിൽ റെഡിയല്ലേ, ഒക്കെ സെറ്റല്ലേ, എന്നാൽ പോവല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് പോകേണ്ടത് അജന്ത കേവിലേക്കാണ്. അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു 5-6 മണിയാവും. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ അങ്ങോട്ടേക്ക് പോകുള്ളൂ. ഓക്കെ, ഫസ്റ്റാണ് കേട്ടോ നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ഇത്രയും 3-4 ദിവസമായിട്ട് യാത്രയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. തുരങ്കത്തെ കാഴ്ച കാണുമല്ലേ.
കൃഷി കരിമ്പൊക്കെയാണ്. കരിമ്പ് അതേമാതിരി ചോളം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ അധികം കൃഷി ചെയ്യണത്. പിന്നെ ഇഞ്ചി, അനാറുണ്ട്. അനാറൊക്കെ നേരത്തെ കൃഷികളൊക്കെ അധികം കൂടുതലുണ്ട്. വിജനമായ സ്ഥലങ്ങളാണ്. രാത്രിയിലെ യാത്ര വലിയ സേഫ് ഒന്നുമില്ല. അധികം ആളും മനുഷ്യരില്ലാത്ത ഏരിയകളാണ്. മഹാരാഷ്ട്ര പൂനെ റൂട്ടിൽ നിന്ന് കയറിയിട്ട് ഇപ്പോൾ നമ്മള് അജന്ത കേവ് റോഡാണ്. പിന്നെ കൂടുതലായിട്ടുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന സീമക്കൊന്നാണ്. സീമക്കൊന്നിന്റെ മരങ്ങൾ അതേമാതിരി വേറെ എന്തൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് കരിമ്പിന്റെ കൃഷിയാണ്. കരിമ്പ് കൃഷി മൊത്തമായിട്ട്. അതേമാതിരി ഉള്ളി, ഫുള്ള് ഈ ഗ്രാമങ്ങൾ മൊത്തത്തില് ഇങ്ങനത്തെ ചെറിയൊരു കരിമ്പിന്റെ ഫാക്ടറിയാണ്. എത്ര ഏക്കർ കണക്കിന് സ്ഥലമാണല്ലേ? ഇതെന്താ സംഭവം എന്താണെന്നറിയോ? ഞങ്ങൾക്കും അറിയില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഉള്ളിയാണുള്ളത്. ഉള്ളി ഇട്ടിട്ട് എന്തോ ഒരു ടെക്നിക്കാണിത്. അതാ അവിടെ താഴത്തൊക്കെ കുറേ ഉള്ളി കണ്ടില്ല, താഴത്ത് എടുക്കുന്ന ഇഷ്ടം പോലെ. അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണിത്. എന്താണെന്നുള്ളത് ശരിക്കും അറിയില്ല. ഓക്കെ, കാന്താ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണല്ലോ അത്. उसमें अंदर प्याज डालते क्या करते हैं? पेज में मार्केट में नहीं। मार्केट में वो इधर से निकालते हैं, पूरा हाँ, उधर डालेगा। फुल करके बाद में पूरा लोडिंग करते हैं. ലോഡിങ്. അത് ഇത് ഫുള്ള് സാധനം പറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കലാണല്ലോ. എന്നിട്ട് മൊത്തമായിട്ട് അത് ലോഡ് ചെയ്ത് കൊണ്ടാക്കാണ്. ഓക്കെ, ഓക്കെ. പരുത്തിയാണല്ലേ? ആ, ഇത് ഫുള്ള് പരുത്തിയാ. ചാൻസ് പരുത്തി. ഇത് പരുത്തി തന്നെ കേട്ടോ. പരുത്തി ഇത് മൊത്തം പരുത്തി തന്നെ അനുസരിക്കാം. പരുത്തി കൃഷിയാണ്. ട്രാൻസ്പോർട്ട് കം टिल्टर व्हीकल अग्नि 4 टिल्ट बीम ഇന്ത്യ. ഇത് മിലിറ്ററിൻ്റെ അല്ലത്? ഒരു വെറൈറ്റി അല്ലേ? അതുകൊണ്ടുള്ള ടെക്നിക്കാണ്. പക്ഷേ മോട്ടർ വർക്ക് ചെയ്യണമെന്നുള്ളൂ. മോട്ടർമേലാണ്, അതാകുമ്പോൾ പ്രശ്നമില്ല. നാട്ടിൽ മറ്റേ സ്റ്റീലിൻ്റെ സാധനം സൈഡിൽ ഓയിലും കാര്യങ്ങളൊക്കെ. ഓയിലൊന്നും പക്ക മരം തന്നെ അല്ലേ?
ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഇങ്ങനെ 2 ദിവസത്തെ യാത്രകൾക്ക് ശേഷം നമ്മളിപ്പോൾ ഔറംഗാബാദിൻ്റെ അടുത്തുള്ള അജന്ത എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. നാളെ രാവിലെ അവിടെയുള്ള കേവ് ടെമ്പിളിലേക്ക് പോകണം. കേവ് ടെമ്പിൾ അവിടുത്തെ കേവ് ടെമ്പിള് ക്ലോസ് ആണെന്നാണ് ഇപ്പം ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്. എന്താണെന്നറിയില്ല. പക്ഷെ പുറത്ത് പോയിന്ന് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. കാരണം 2 ദിവസമാണ് അവിടുന്ന് യാത്ര ചെയ്ത്. ഇന്നലെ പകല് ഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത്, ഇന്നും അതുപോലെ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നത്. എന്തായാലും കാണാൻ പറ്റിയാൽ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല നല്ല രസമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. കാരണം ഫുള്ള് ഗ്രാമത്തിലൂടെ ആട്ടോ ഞങ്ങളിന്ന് വന്നത്. ഹൈവേ കൂടെ ഒന്നും അങ്ങനെ നമ്മൾ വല്ലാണ്ട് കാരണം മാപ്പ് നോക്കിയിട്ടാണ് വന്നത്. കംപ്ലീറ്റ് കുറവ് ഓഫ് റോഡും അതുമായുള്ള ഒരുപാട് കൃഷികളാണുള്ളത്. കൂടുതലായിട്ട് കരിമ്പിൻ കൃഷി, പിന്നെ പരുത്തി, പിന്നെ ഉള്ളിൻ്റെത്, അങ്ങനെ ഒരുപാട് കൃഷി ഐറ്റംസ് അതിൻ്റെ ഇടയിൽ കുറെ സീമക്കൊന്നും ഉണ്ട് അല്ലേ? സീമക്കൊന്നും ഒരുപാടുണ്ട്. കുറെ സീമക്കൊന്നിന്റെ പരിപാടി വേറെ. സീമക്കൊന്നുകൊണ്ടൊക്കെ എന്താ ചെയ്യണേ? പിന്നെ കിട്ടിയ റൂം, ഇന്നത്തെ റൂം നല്ല വൃത്തിയുള്ള റൂമാണ്. നല്ല വൃത്തിയുള്ള റൂമാണ്. 700 രൂപയേ ഉള്ളൂ. പിന്നെ ഒക്കെ നല്ല വൃത്തിയാട്ടോ, എല്ലാം നല്ല റാഹത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച റൂമാണിത്. ഹോട്ടലും കൂടിയാണ്. ഹോട്ടൽ പ്രേം സാഗർ. ഇതാണ് ഹോട്ടല്. ഇവിടുത്തെ റൂമെല്ലാം നല്ല അടിപൊളി റൂമാണ് കേട്ടോ. 700 രൂപയുള്ളൂ കേട്ടോ ഇവിടെ റൂമിന്. നല്ല വൃത്തിയുള്ള റൂമൊക്കെയാണ്. നമുക്ക് ഇവരോട് ചോദിച്ചേക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, जी नमस्ते जी, आपका नाम बता दें। दुर्गादास भाऊराव दुर्गादास भाऊराव निंभोरे. दुर्गादास भाऊराव निंभोरे. മൗറ നിമ്പൂതി. ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ ഓണറുടെ പേരാണ് കേട്ടോ അത്. പിന്നെ ഇത് ഇവരെ മകനാണ്. अपना नाम बताया ना? प्रेम दुर्गादास निम्भोरे. प्रेम मुर्गदास निम्भोरे. और दूसरा बड़ा भाई बाहर गया. ये कितना साल हो गया इधर? 20 വർഷം പഴക്കമുള്ള ഹോട്ടലാണിത്. ഇപ്പോൾ റൂമെല്ലാം മുകളിൽ പുതിയതായിട്ട് എടുത്തതാണ്. നല്ല വൃത്തിയുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇവരെ മകനാണിത്. അപ്പോൾ ഇനി ഒരാളും പാടിയുണ്ട്, ആൾ പുറത്ത് പോയതാണ്. ഇവരെ ഹോട്ടലിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ നമ്പർ താഴത്ത് കൊടുക്കുന്നതാണ്. നമുക്ക് മുകളിലും റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കാണാം. ഓക്കെ, ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിവിടെ ഉള്ളത് ഫാമിലിക്ക് മാത്രം താമസിക്കാനുള്ളതാണ്. അതായത് ഫാമിലിക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമുകളൊക്കെ ഇവിടെ ഉണ്ട്. 1, 2, 3, 4, 5, 6 റൂം ഇവിടെ ഉണ്ട് കേട്ടോ. AC ഉള്ള റൂമുണ്ട്, AC ഇല്ലാത്തതുണ്ട്, സിംഗിൾ ബെഡ്, ഡബിൾ ബെഡ്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് അജന്ത കേവിലേക്കുള്ള സ്ഥലം കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, ഒരു 5-8 കിലോമീറ്ററേ ഉള്ളൂ. ഇതാണ് റൂം. ഓക്കെ, ഇത് വേറൊരു റൂമാണ് ഇവിടുത്തെ ഫാമിലി റൂം. ഡബിളാണ്, ഡബിൾ കാട്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കിടക്കാനുള്ളതെല്ലാം ഉണ്ട് ഈ റൂമിൻ്റെ അകത്ത്. AC, ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. പ്ലാസ്റ്റിക് का कीस है? റൂം അടിപൊളി റൂമാട്ടോ, നല്ല വൃത്തിയുണ്ട്. വേറെ ഒന്നും ടെൻസർക്ക വേറെതാ റൂമിന്റെ ബാത്റൂമിന്റെ കട്ടിലാണിത്. ഗ്രാനൈറ്റിന്റെ ബാത്റൂം ഒക്കെ ടോപ്പ് ബാത്റൂം, നല്ല വൃത്തിയുള്ള ബാത്റൂം ഒക്കെ ആണ്. ഗ്രാനൈറ്റിന്റെ കട്ടിലൊക്കെ
സംഭവം അടിപൊളിയാക്കിയാണ്. അത് മതി. പെയിന്റ് കൊണ്ടൊക്കെ റോയൽ പ്ലേ ചെയ്തിക്കണമെന്നെ അത് കണ്ടെങ്കില് ഗൈസ്, നമ്മളിനി അങ്ങനെ അജന്ത കേവിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ഇനി എന്താ അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഓക്കെ. ₹100 100 रुपये लगता है सब टोटल. और दूसरे कैमरा का कुछ पैसा है? कैमरे का पैसा लगता एक आदमी का 100 रुपया. है एक आदमी का. ഒരാൾക്ക് 100 രൂപയാണ്. ക്യാമറയ്ക്ക് പൈസ ഒന്നുമില്ല. और क्या क्या चीज़ अलाउड नहीं है? सब अलाउड है. ओनली कैमरा अलाउड है. हाँ, बस कोई प्रॉब्लम कोई प्रॉब्लम नहीं. ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങോട്ട് കയറ്റില്ല എന്നാണ് പറഞ്ഞത്. ഈ കൊറോണ ആയതുകൊണ്ട് തൽക്കാലം സ്റ്റോപ്പാക്കി വെച്ചതാണ്. ഇതിലേയും പോകാനുള്ള വഴിയുണ്ട്, പിന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയുണ്ട്. अभी हम लोग ऊपर से आया था. हाँ तो उधर ही घुसना था फिर आपने. हाँ, उधर एक ओयो रूम है ना. आप कहाँ रुके थे? हाँ, आप कहाँ रुके थे? और नाम क्या? बालापुर. हाँ, ऊपर से एक ओयो रूम है, और उधर रूम था. बालापुर रुके थे. हाँ, लॉर्जिंग. उधर से उधर का आदमी बोला उधर से जाने के लिए 13 किलोमीटर जाना पड़ेगा. बोला था क्या आदमी? हाँ, बोला. ये साइड के वो साइड. वो साइड से. तो वो जाना था फिर 13 किलोमीटर वहाँ से. और मैं सोचा इधर आके तो फोटो खींचेगा. नहीं इधर फोटो. हाँ, अच्छा. पहले तो मालूम पड़ेगा तो नहीं आए. उधर भी कैसा है, खाली ऊपर से दिखेंगे, हाँ, अंदर नहीं जा सकते. अंदर नहीं पड़े. ഇവിടുന്ന് എന്തായാലും വിടില്ല എന്നാണ് പറയുന്നത്. മുകളിലോട്ട് തന്നെ പോയിട്ട് അവിടുന്ന് 13 കിലോമീറ്റർ നേരത്തെ അവിടെ ഹോട്ടലുകാർ പറഞ്ഞില്ലേ, അവിടെ പോയിട്ട് എടുക്കേണ്ടി വരുമല്ലേ? ഓണാണ് 13 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് എടുക്കേണ്ടി വരും. ഇത്രയും ദൂരം ഓടി റോഡാണെങ്കിൽ ഭയങ്കര മോശമാണ്. എന്തായാലും അമ്മ അങ്ങോട്ട് പോയി നോക്കാം. എന്തേ അതല്ല ഇവനോട് ചോദിച്ചോക്കി ജസ്റ്റ് ഒന്ന്. സമ്മതിക്കില്ല എന്നാണ്. गाड़ी നമ്മളിപ്പോൾ അജന്ത കേവിൻ്റെ വേറൊരു ഭാഗത്താണ് ഉള്ളത്. മറ്റേ സ്ഥലത്ത് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, അവിടേക്ക് അലൗഡ് ഇല്ല. വ്യൂ പോയിന്റ്. ഇപ്പോൾ ഉള്ളത് അജന്ത കേവിൻ്റെ വേറൊരു ഭാഗത്തുള്ള വ്യൂ പോയിന്റിലേക്കാണ് വന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഒരു 15 കിലോമീറ്ററാണ് താഴോട്ടേക്കുള്ളത്. आपका नाम क्या? क्या? बुखाराम. बुखाराम बुखाराम എന്നാണ് മൂപ്പര് പേരിട്ടോ. തുക്കാറാം മഹാരാജ്. തുക്കാറാം മഹാരാജ്. ബുക്കാറാം മഹാരാജ്. ഇതാണ് അജന്ത കേവ് ടെമ്പിൾ. ഈ കൊറോണ അല്ലാത്ത സമയത്തായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോകാമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് കടത്തി വിടൂല എന്നാ പറയണത്. താഴത്തേക്ക് പോയൊക്കെയാണ്. हाँ, ओ टेंशन नहीं.
എന്താ ചിരാക്കടി इसका नाम है सलाई 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 जो अपने बनते ना कैंडल कैंडल बनती ना कैंडल हाँ इससे कौन सी बनती है എന്ത് വരാന്ന് പറഞ്ഞ सलाई सलाई സാൻഡൽ कैंडल कैंडल बनते ना कैंडल मेनबत्ती बोलते आप क्या बोलते हैं हाँ 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 जलाते हैं കുറച്ച് ഇറങ്ങാണ്ട് കേട്ടോ ഇവിടുന്ന് ഇറങ്ങിയാലെന്താണ് ഇതൊരു അപാര സംഭവം തന്നെ കേട്ടോ അത് ये कितना साल हो गया ये ये 1819 में शुरू लगा सर पता है 19 में बहुत कंधा था नीचे ये बड़ा पत्ते वाला ये हाँ दमन दम्मन अब खाओ कई बीमारी कैसी हो दो ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശരീരത്തിന് ഭയങ്കര സ്ട്രോങ് ആണെന്നാ പറയണത് स्ट्रांग വളരെ സ്ട്രോങ് ആते कुछ भी नहीं होगा बीमारी नहीं होगी कुछ जाने का जरूरत नहीं अच्छा पत्ता खाओ पानी पियो बुखार बुखार आता है कुछ कोई भी कुछ कुछ भी नहीं आता है कुछ भी नहीं आता പനി വന്നാൽ എന്തോ ഒരു സംഭവം ഉണ്ടാവില്ല എന്നാ പറയണത് ശരീരത്തിന് അത്രയും സ്ട്രോങ് ആയിരിക്കും ഈ സാധനം കഴിച്ചാല് दामुड़ी दामोड़ी इसका गोंद निकलता है आप कैसा बीमार पड़ दो औरत परेशान है हाँ इसका गोंद खिला दो पानी में डाल दो पिएगा तो अच्छा है लगे पेड़ पेड़ का प्रॉब्लम पेट कुछ भी रहने दो जरा ഇതിന്നൊരു നീര് വരുന്ന പറയണത് ഇതിന്നുള്ള നീരെടുത്തിട്ട് വെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ വയറുവേദന ഈ മറ്റേ അതായത് പീരീഡ്സിൻ്റെ ടൈമിൽ സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതൽ മാറിക്കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് ഈ ഏരിയയിൽ ഫുള്ള് മരുന്നായിട്ടുള്ള മരങ്ങളൊക്കെ അധികം ചെടികളൊക്കെ ഫുള്ള് മരുന്നാണ് ഇവിടേക്ക് ഒന്നും അധികം ആൾക്കാരൊന്നും അങ്ങനെ വന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ ഇന്നിപ്പോൾ കൊറോണൻ്റെ ഈ പ്രശ്നമായതിനെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ടൂറിസ്റ്റ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് വീഡിയോസ് इसका फुलने कर लो ये जो पत्ता है सर हाँ देखो आप क्या बोलते हैं दही को क्या बोलते हैं मशरूम हाँ 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 इसमें ये थोड़ा डाल दो पानी दूध में दूध में और 10 मिनट में दही बन जाएगा अच्छा 10 ही मिनट में 10 मिनट में 10 मिनट में ഇത് പാലില് അല്ല പാലില് ലേശിട്ടിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ആ പാല് തൈരായി മാറും എന്നാ പറയണത് ഈ സാധനം ഇതിൽ വരുന്ന ഒരു വൈറ്റ് ഇത് വരുന്നുണ്ടല്ലോ हाँ ये വൈറ്റ് കറ ഇത് പാലിലിട്ടിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് दही ദഹി हो गया हाँ अच्छा अब बड़ा आदमी बन गया ഒരു പഴയ ആൾക്കാരായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് ഇപ്പഴേ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കുറച്ച് ഇറങ്ങാണ്ടില്ല സാർക്കാ ഇനി ഇതേമാതിരി കയറണ്ടേ നമ്മള് പാലക്കാട് കുറച്ച് സ്ഥലത്ത് ഭാഗത്തേക്ക് നടന്നിട്ടുള്ളൂ ഇനി എത്ര താഴോട്ടേക്ക് നടക്കേണ്ടത് 15 കിലോമീറ്ററാ പറഞ്ഞത് താഴോട്ടേക്ക് എന്തായാലും 2 ദിവസത്തെ യാത്ര നഷ്ടപ്പെടാൻ പറ്റില്ല ഏതായാലും ഇങ്ങനെയൊക്കെ കിട്ടിയ ഭാഗ്യമാണ് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ ഇവിടുന്ന് മരത്തിൻ്റെ നോട്ട് കീറി കഴിഞ്ഞാല് അത് വെച്ചിട്ട് വെച്ചാൽ ഒട്ടുന്നാ പറയണത് ആ ഇതല്ലേ ആ സാധനം തേക്ക് അതേമാതിരി ഒരുപാട് ചെടികളൊക്കെയാണ് अभी देखो ना ये बोर्ड लगा है ना इसका नाम है अर्जुन साधुड़ा अर्जुन साधुड़ा 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 आदमी कैसा भी चलाने दो हाँ दो खाने जाने की जरूरत नहीं हाँ इसकी साल निकल जाओ निकल के हाँ भून लो निकल मतलब लो ये पीस हाँ ये हाँ ऊपर का ये हाँ पीस निकल के लेके जाओ हाँ पीस लो कैसे भी चलाने दो वो दवा खाने जाने की जरूरत नहीं
अभी अड्डी अड्डी हड्डी हड्डी कुछ भी हाँ पीस के लगा दो, खत्म। इसका नाम है अर्जुन साधुड़ा। ഇതിന്ന് ഇത് ഫുഡിനെ കൊണ്ട് ഫുഡ് ഇതിന്ന് പൊട്ടിച്ചിട്ട് ഇത് ഒരുതി തേച്ച് കഴിഞ്ഞാല് ഈ ജല ജല joint ജല വേദന, कुछ हो गया। ശരീരത്തിന്റെ വേദന, हाँ അങ്ങനെയുള്ള വേദനകളൊക്കെ ഇതിന്ന് മാറിക്കിട്ടുന്നതാണ് ഈ സാധനം. നാം ക്യാ പോലെ अर्जुन साधुड़ा। അർജുൻ സാധൂഡ. ഈ മരത്തിന്റെ പേരാണ് അർജുൻ സാധൂഡ. ഇതിന് കഷ്ണം പൊട്ടിച്ചിട്ട് ഒരതിയിട്ട് ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാൽ മേലുവേദന, ജോയിന്റ് അങ്ങനെയുള്ള വേദനകളൊക്കെ മാറിക്കിട്ടും. സത്യം പറഞ്ഞാൽ ഈ കോവിഡിന് ശേഷം ഈ ഭാഗം ഞമ്മക്കേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടേക്ക് അങ്ങനെ ആരും അങ്ങനെ വരത്തില്ല എന്നാണ് പറയണത്. ഇതിൻ്റെ ഉള്ളോട്ട് പോക്കുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് ജനങ്ങൾ വന്നിട്ട് ഒരുപാട് കാലമായി, അഞ്ചാറ് മാസത്തിൻ്റെ മേലായി എന്നാണ് പറയണത്. എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം. ഓക്കെ.
നമ്പർ 1 സ്റ്റാർട്ടിങ് കേട്ടോ. അവിടുന്ന് 1 2 3 4 5 ആ AC ആണല്ലേ? ആ അത് എയർ കണ്ടീഷൻ എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ ഉള്ളിൽ പെയിന്റിങ് ചെയ്ത ഇതൊക്കെ ഉണ്ട്. പെയിന്റിങ് വർക്ക് കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കൂളിംഗ് കൊടുത്തിട്ടുള്ളത്. എയർ കണ്ടീഷൻ സംവിധാനം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. അവിടെ 76 ഇഞ്ച് പെയിന്റിങ് ഉണ്ട്. പിന്നെ നമ്പർ 10 ഇവിടെ ഇതിലാണ് ലാസ്റ്റ് 26. അങ്ങനെ ഓരോരോ റൂമുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ എയർ കണ്ടീഷൻ കൊടുത്തതിലൊക്കെ ഉള്ളിലൊക്കെ പെയിൻറ്റിങ് റൂമാണ് കേട്ടോ. ആ പെയിൻറ്റിങ് കേട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. സംഭവം ഒരു എല്ലാത്തൊരു അത്ഭുതം തന്നെ അല്ലേ? उसको पता नहीं था कोई आता नहीं था जाता नहीं था गाड़ी नहीं था कुछ भी नहीं था पॉइंट है ना वो पॉइंट पर एक जॉन स्मिथ करके वो शिकार करने के लिए जंगल में आया था। जॉन स्मिथ वो शिकार करने के लिए आया था। जंगल में शिकार ढूंढ रहा था, कुछ पता लगा रहा नहीं था। तो देखो सामने 10 नंबर के ऊपर एक शेर पानी पीने के लिए बाहर निकला। पानी पीने वो शेर को देख लिया। अब देखने के बाद वो पानी पी के पीछे लौटने लगा, उसको फायरिंग कर दिया, उसको खत्म कर दिया। तो अब उसको जाके ढूंढेंगे, तो ढूंढने के लिए रास्ता नहीं था, अंदर चला गया, उसको ढूंढने लगा तो उसको गुफा मिली। अच्छा सामने वाली बड़ी तो उसको पता पड़ा कि हर कुछ ना कुछ होगा। जब हैदराबाद जाके वो उसका जो पब्लिक था उसको लेके आया, ऐसा 7-10 से साफ करा तो पूरा एक जोश मिला। इसके अंदर पूरा गौतम बुद्ध का मूर्ति, गौतम बुद्ध का मूर्ति मिला, कुछ छोटा कुछ बड़ा। और 1 नंबर 2 नंबर 16 70 16 पेंटिंग 9 ये वाला पेंटिंग पूरा पेंटिंग मिला। अच्छा पेंटिंग जो करी थी सर तो ऐसा पहला कलर नहीं था, वो जंगल के जो जड़ी बूटी आती है हल प्रकार का फूल लगा जड़ी बूटी करके वो पेंटिंग बनेगी। ये नेचुरली पेंटिंग थी। अब अभी की पेंटिंग करो 2 महीने रखती नहीं खत्म हो जाती, इसको कई साल हो गए। ये इधर से निकल के कलर निकल के पेंटिंग किया ये झाड़ पत्ते का अब बता गोंद का ये ऐसा कलर बना के ऐसा बना के वो कलर बना हुआ है इसके अंदर 1 2 10 60 70 पेंटिंग ब्रिटिश का जॉन स्मिथ ജോൺ സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മുപ്പര് പറയണത്, ജോൺ സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ആള് ഈ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. ആ കാണുന്നതാ ആ വലിയ ഗേറ്റ് ഇല്ലേ, ആ ഗ്ലാസ്സുള്ള ഗേറ്റ് നമ്പർ 10 ആണത്. അവിടുന്ന് താഴോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഒരു പുലി വെള്ളം കുടിക്കാൻ വന്നത് കണ്ട് അതിന് പിന്നാലെ പോയപ്പോഴാണ് അവിടെയുള്ള ഒരു ഗുഹ കണ്ടത്. അതിനുശേഷം അദ്ദേഹം ഹൈദരാബാദിൽ പോയി അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ വന്ന് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പാടി ഇവിടെ വന്ന് ഈ കാടൊക്കെ ഫുള്ള് വെട്ടി ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഓരോരോ ഗുഹകൾ കണ്ടെത്താൻ തുടങ്ങിയത്. അങ്ങനെ മൊത്തത്തിൽ ഒരു 26 എണ്ണം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് മാത്രമല്ല ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പെയിൻറ്റിങ്സും അങ്ങനെ ഓരോരോ റൂമിലായിട്ട് പല രീതിയിലുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് പെയിൻറ്റിങ്ങിന് കളർ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള ചെടികളിൽ നിന്നാണ് ഓരോരോ കളറുകൾ ചെയ്തിട്ട് ആ പെയിൻറ്റും വീണ്ടും പുതുക്കിയത്. അത് ഇനി വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതിന് എയർ കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ കളറൊക്കെ മാറിയെന്ന് വരും. പക്ഷേ ഇപ്പോഴും ഈ പെയിൻറ്റിങ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ടോട്ടൽ കിട്ടുന്ന സ്ഥലമൊക്കെ 1819 890. ആ 1890 ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്നല്ല കണ്ടെത്തിയെന്നറിയാം. 1890 ഇത് കണ്ടുപിടിച്ചത് ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ആള്. എന്തായാലും അടിപൊളി സ്ഥലങ്ങളാട്ടോ. ഈ സമയത്ത് നമ്മൾ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിപ്പെട്ടത് തന്നെ വലിയൊരു എന്താ പറയുക വലിയൊരു ഭാഗ്യമാണ്. കാരണം വെച്ചാൽ ഇവിടേക്ക് അങ്ങനെ ആരും അങ്ങനെ കടത്തി വിടുന്നില്ല. നമ്മൾ ഈ ചാച്ചനോട് കുറേ കയ്യും കാലും പിടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കടത്തി വിട്ടത്. കാരണം ഈ കൊറോണ ആയതിനു ശേഷം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഉള്ളോട്ടേക്ക് തീരെ അലോഡില്ല. അത് ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ആണ്. ഇവിടെ മുകളിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ താഴത്ത് 3-4 സെക്യൂരിറ്റി ഉണ്ട്. എല്ലാ സ്ഥലത്തും നല്ല സെക്യൂരിറ്റി ആണ്. ഭയങ്കര കർശനമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ. നമ്മൾ ഈ ഭാഗം മാത്രം തന്നെ കാണാൻ വേണ്ടിയിട്ട് അത്രയും നമ്മൾ പറഞ്ഞ് നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്. മഹാബലേശ്വരത്ത് നിന്ന് ഇപ്പോൾ 2 ദിവസം ഡ്രൈവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. എങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി തരണമെന്ന് പറഞ്ഞിട്ടാണ്
നമ്മൾ ഇങ്ങോട്ടേക്ക് അലോട്ട് ചെയ്തത് തന്നെ. पूरा गेट था वाटर फॉल की तरह ही सामने वाला अच्छा सीधा वाला. की तरह ही पूरा फुल चलता वाटर. അടിപൊളിയാണ് കേട്ടോ. പഴയ ആളാണ്. ഇങ്ങോട്ടേക്ക് ഈ 8 മാസത്തിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് കടത്തിവിട്ട ചാച്ചാജിയാണിത്. ഇതുവരായിട്ടും ആരും ഇവിടേക്ക് വന്നിട്ടില്ല. ഇതുവരായിട്ടൊന്നുമല്ല, ഈ കൊറോണൻ്റെ സമയം ആയതുകൊണ്ട് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല, ആരും കടത്തി വിട്ടിട്ടില്ല. ഇവിടെ ഞങ്ങൾ പിന്നെ ബൈക്കായിട്ട് വന്നതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇങ്ങനെ വന്നതാണ്, സഹായിക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ ചാച്ചാജി ഇവിടേക്ക് കടത്തി. ഇവിടുത്തെ പഴയ ആളാണത്. ഇവിടേക്ക് എത്തിയപ്പം അല്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്തായാലും ഇത്രയും ദൂരം നമ്മൾ ഓടി വന്നത് നമുക്ക് ഒരുപാട് ഭാഗ്യം കിട്ടിക്കണ്. പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ സെക്യൂരിറ്റിനായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 15 ദിവസം കഴിഞ്ഞാലേ ഇവിടെ ഓപ്പൺ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ സെക്യൂരിറ്റീൻ്റെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ താമസിച്ച ഹോട്ടലിൻ്റെ നമ്പറും. ഓക്കെ, ഇനിയിപ്പോൾ വന്ന വഴിയാണ്. ഇവിടുന്ന് ഇനി മുകളിലേക്ക് ഒരുപാട് കയറാനുണ്ട്, കുറച്ചൊന്നല്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ അതാ തിരിച്ച് മുകളിലേക്ക് പോവാണ്. കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അയക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. ഓക്കെ.